ജയിലിന് ശേഷമാണ് എന്നുകൂടി വിവരങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം 24 ഇപ്പോൾ പുറത്തുവിടുന്നത് പ്രതിയുടെ കുറ്റസമ്മത മൊഴിയാണ്. അതായത് പോലീസിന്റെ 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസിനോട് പ്രതി അവസാനം നിക്കക്കളിയില്ലാതെ പറഞ്ഞത് പറ്റിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റുള്ളവർ അടുത്ത ബന്ധുവായതിനാൽ സംശയിക്കില്ല എന്ന് കരുതിയാണ് കുട്ടിയെ ഉപദ്രവിച്ചത്. അതും സ്വന്തം വീട്ടിൽ വെച്ചാണ് ആ കുഞ്ഞിനെ ഉപദ്രവിച്ചത്. ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ കുട്ടിയുടെ കുടുംബം താമസിച്ചിരുന്നതും കുടുംബ വീടുള്ളതും. കുടുംബ വീട്ടിലേക്ക് കുട്ടിയുടെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്നാണ് ഉപദ്രവിച്ചിരുന്നത് എന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ആരും അറിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു താൻ കരുതിയത്. പക്ഷേ ഇത് പുറത്തു വന്നപ്പോൾ തനിക്കും പോലീസിന് മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിൽ മറ്റൊരു കാര്യം. സ്നേഹം നടിച്ചാണ് ഈ കുഞ്ഞിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിരുന്നത്. കുഞ്ഞിന്റെ വിശ്വാസമാണ് പ്രതി ചൂഷണം ചെയ്തിരുന്നത് എന്നുള്ളതാണ് പ്രതിയുടെ ഈ മൊഴിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10-ലധികം തവണ കുഞ്ഞിനെ ഈ പ്രതി ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതി നൽകിയിരിക്കുന്ന മറ്റൊരു മൊഴി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായ തെളിവുകൾ, കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തുൾപ്പെടെ ഉണ്ടായ മുറിവുൾപ്പെടെ ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടിയതോടെയാണ് പോലീസിന് കൃത്യമായി പ്രതിയിലേക്ക് എത്താൻ സാധിച്ചതും പ്രതിയെ ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുക്കുന്നതും രാത്രി ചോദ്യം ചെയ്യുന്നതും ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. ആ കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രതി എത്രത്തോളം ലൈംഗിക വൈകൃതം ആ കുഞ്ഞിനോട് കാണിച്ചു എന്നുള്ളതിന്റെ തെളിവ് കൂടിയായിട്ടാണ് പോലീസ് കാണിക്കുന്നത്. നിലവിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, 10-ലധികം തവണ ആ കുഞ്ഞിനെ പ്രതി ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ള മൊഴിയാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി റാഫി കരീം നമുക്കൊപ്പം ചേരുന്നു. കൊച്ചിയിലെ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് റാഫി കരീം ഉള്ളത്. ഈ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ സംഭവം. നമ്മളെങ്ങനെ എവിടെ മക്കൾ വിടണ്ട്? കൂട്ടിലിട്ട് വളർത്തേ? കോഴിക്കുട്ടികളെ അല്ലെങ്കിൽ കോഴികളെ കമ്പിക്കൂട്ടിലിട്ട് വളർത്തുന്ന പോലെ വളർത്തേ? അങ്ങനെയാണോ വേണ്ടത്? എല്ലാരും പറയുന്നത് ഗൾഫത്തെ നിയമം ഭയങ്കര സംഭവമാണ്, അതാണ്, അതുകൊണ്ട് അവിടെ കുറ്റകൃത്യങ്ങൾ നടക്കണില്ല, അവിടെ ആരും ഒന്നും കാട്ടണില്ല, അവിടെയൊക്കെ എല്ലാം നീറ്റായിട്ട് നടക്കണം, അവിടുത്തെ നിയമം സ്ട്രോങ് ആണ്. അതൊക്കെ എല്ലാവരും വാനോളം പുകഴ്ത്തുമ്പോഴും അതെല്ലാവരും പാടി നടക്കുമ്പോഴും നമ്മുടെ നിയമത്തിന് എന്താ ഒരു ഭേദഗതി സംഭവിക്കാത്ത? ഈ നിയമത്തിനോട് അങ്ങേയറ്റം ബഹുമാനം കൊണ്ട് പറയാണ്. ഇങ്ങനെ പിഞ്ചു പൈതങ്ങളെ കൊല്ലുന്ന അമ്മമാരായിക്കോട്ടെ, അച്ഛന്റെ സ്ഥാനം അച്ഛനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഈ കുട്ടിയൊക്കെ അനുഭവിച്ചൊരു വേദന എത്ര ഇക്കാരെന്നൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ഊഹിക്കുന്നതിന്റെ മേലെയാണ്. ആരോട് ചോദിക്കും? ഇവരിത് കൊണ്ടുപോകും. ഇവരിഞ്ഞിപ്പോ ഈ കൊച്ചനെ കൊണ്ടുപോയിട്ടോ കുറച്ചു ദിവസം ജയിലിലിട്ട് ഊട്ടി വളർത്തും. അവര് പിന്നീട് മറക്കും, എല്ലാവരും ഇത് മറക്കും. ഒരുപാട് ആസിഫ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിനെ, പിന്നെ അതിനു മുന്നേ തിരൂര് ഒരു 3 വയസ്സുകാരിനെ, അതായത് റോഡ് സൈഡിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെ അരികിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് ചെയ്തിട്ടുള്ള ആണുങ്ങളല്ലട്ടാ, പെണ്ണ് നല്ലതും. ഈ ഒരു കുഞ്ഞു കുട്ടിയിലൊക്കെ അവര് കാണുന്ന ഒരു വികാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നില്ല. ആരോട് ചോദിക്കണമെന്നറിയില്ല. കാരണം നമ്മളൊക്കെ കാലത്ത്, നമ്മളൊക്കെ കുട്ടികളായ കാലത്ത് ഇത്ര പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത മുതിർന്നവരെ ഇന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് മനുഷ്യത്വം ഉണ്ടായിരുന്നു. അവർക്ക് മക്കളെ അല്ലെങ്കിൽ വലിയൊരു തിരിച്ചറിയാനുള്ള വിശേഷബുദ്ധി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സമൂഹത്തിന് വിശേഷബുദ്ധി ഇല്ല. വിശേഷബുദ്ധി കഴിഞ്ഞു പോയി. കുഞ്ഞു കുട്ടികളെ കണ്ടാൽ കാമത്തിന്റെ കണ്ണിൽ കാണുന്ന സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇപ്പൊ മക്കളെ പുറത്ത് വിടാനും പേടിയാണ്, ഉള്ളിലിരുത്താനും പേടിയാണ്, കൈ കൊണ്ടു കൊടുക്കേ. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന ഒരു അമ്മയാണ്. അപ്പൊ നമ്മൾ പുറത്തു പോകണം, നമ്മളെ മക്കളെ നമ്മൾ വീട്ടിൽ സുരക്ഷിതമാണെന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ വെച്ച് പോരുകയാണ്. വീട് സുരക്ഷിതമാണോ? വീട് സുരക്ഷിതമല്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമല്ലേ ഈ കാണുന്നത്. അച്ഛന്റെ അനിയെന്ന് പറയുമ്പോ അച്ഛന്റെ സ്ഥാനത്ത് കാണണ്ട, അച്ഛന്റെ സ്ഥാനത്തല്ല അച്ഛനായിട്ട് കാണണ്ടേ. അപ്പൊ ആ കുട്ടിയൊക്കെ അയാള് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നമ്മൾ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഈ നിയമത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇറങ്ങി ഒരുങ്ങാം. അത്ര പറയുന്നത് നമ്മളെ മക്കളുടെ ഭാവിക്ക് വേണ്ടി. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആൺകുട്ടിനും പീഡിപ്പിക്കുന്ന കാലാണിത്. ഒരുപാട് ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് പുരുഷന്മാരും ഒക്കെ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ച ഒരുപാട് മക്കളുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ കിടന്ന് തുളുമ്പുന്നു. ഇവർക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു കഴപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി ചാർത്തിക്കൂടെ? ഈ പിഞ്ച് പൈതങ്ങളുടെ മേത്ത് ഇത് കൊണ്ടുവന്ന് ചാർത്തിയിട്ട് അവർക്ക് എന്ത് സുഖമാണ് ഇത് കിട്ടണമെന്ന് മനസ്സിലാവില്ല. പലതിലും ഞാൻ കണ്ടു, കുറെ മുന്നൊക്കെ കണ്ടിരുന്നു. പോൺ വീഡിയോസ് കുഞ്ഞുങ്ങളത് കാണുന്നത് കുറ്റകൃത്യമാണ്, അവര് കാണുമ്പോൾ അവര് പിടിച്ചു കൊണ്ടുപോകുന്നത്. എവിടെ? കുഞ്ഞു കുട്ടികളെ ഇവിടെ ഇങ്ങനെ കയ്യിലിട്ട് ഞെരടുന്നു, അതൊന്നും കാണുന്നില്ലേ? എന്നിട്ട് അവർ തൂക്കി കൊല്ലുന്നുണ്ടാ? കൊല്ലണം, അതാ വേണ്ടേ, കൊന്നു കളയണം. ആ അമ്മ എന്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ കൊന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു 10 മാസം പ്രസവിച്ചതല്ല,
ഒരു കുഞ്ഞെന്താണ് അവര് കയ്യോ കാലോ വളരുന്നു അവരെന്ന് വിചാരിച്ചിട്ട് നമ്മളെ പോലെ ജീവൻ കളഞ്ഞ് സ്നേഹിക്കുന്ന ഒരുപാട് ഉമ്മമാരും ഒരുപാട് അമ്മമാരും ഉള്ള കാലം എന്താണത്. അപ്പൊ അതുപോലുള്ള ഈ രാജ്യത്ത് അങ്ങനത്തെ അമ്മമാർക്ക് പറയാനുള്ളത് വെച്ചാൽ അതുപോലെ ഒരു ഏതെങ്കിലും ഒരു നായിന്റെ മോന് നമ്മളെ മക്കളെ മേലെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവർ കൈ ഉയർത്തിണ്ടെങ്കിൽ അവരെ അതരിഞ്ഞിട്ട് നായക്കിട്ട് കൊടുക്കണം. അതാണ് വേണ്ടത്. അത് പബ്ലിക്കായിട്ട് ചെയ്യണം. പബ്ലിക്കായിട്ടാ ചെയ്യണ്ടേ. ഇത് ഇപ്പൊ ഈ കൊച്ചത്തിന്റെ ഒരു ഫോട്ടോ പോലും കാണിക്കുന്നില്ല. ഇല്ലല്ലോ, ആ കുഞ്ഞു പൈതലിനെ കാണിച്ചു. കാണിക്കണം, കാണിക്കണ്ടെന്നല്ല. എന്തുകൊണ്ട് കാണിക്കുന്നില്ല? അയാളെ അവനാരാ? ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോണ പോലീസുമാരോട് ആണെങ്കിൽ പോലും നിങ്ങളെ വീട്ടിലും ഈ ഈ കേസ് ഹാൻഡിൽ ചെയ്യുന്ന ജഡ്ജായിക്കോട്ടെ വക്കീലായിക്കോട്ടെ മറ്റാരായിക്കോട്ടെ ഒക്കെ മനുഷ്യന്മാരാണ്. എന്ത് ചെയ്യുമ്പോഴും ആ ക്രൂരത അവന്റെ കണ്ണിൽ കാണെ അവൻ അതിന് ഓരോ അണുവിലും ഓരോ രോമത്തിലും ആ വേദന അനുഭവിക്കുന്ന തരത്തിൽ വേണം അവനെ ശിക്ഷിക്കാൻ. അതാണ് നിയമം കൊടുക്കേണ്ട അങ്ങേയറ്റത്തെ ശിക്ഷ. അതാണ് വേണ്ടത്. അവനെന്നല്ല ഇവന് കൊടുക്കുന്ന ഈ ശിക്ഷ കണ്ടിട്ട് ഇനിയൊരു കുഞ്ഞു കുട്ടീന്റെ മേലെ ഒരു കോമക്കണ്ണ് നോക്കാനുള്ള പേടി. അതുകൊണ്ട് ഒരു ദുഷ്ടനും ഒരു കുട്ടിയും ഒരു കുഞ്ഞിനെയും കാമത്തോടെ നോക്കരുത്. ആ ഒരു ഉദാഹരണം ഇവന്റെ മേലെങ്കിലും ഇത്രേ കുഞ്ഞുങ്ങളെ കൊന്ന് അത് ഒരുപാട് മറന്നു. കുറെ ഹാഷ്ടാഗ് അടിച്ച് നമ്മൾ കുറെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും മറ്റിലും മറിച്ചിലും ഒക്കെ ആയിട്ട് നമ്മളിത് പബ്ലിക് ചെയ്യും. കയറി വന്ന 1 മാസം 2 മാസം അത് കഴിഞ്ഞാൽ അത് മറന്നു പോകും. ആർക്ക് പോയി? ആ കുഞ്ഞുങ്ങൾക്ക് പോയി. അത്രേ ഉള്ളൂ, അവിടെ തീർന്നു. പക്ഷെ എന്ത് പറഞ്ഞാലും ഈ കുഞ്ഞു പൈതങ്ങളോട് കാണിക്കുന്ന ഈ ഒരു ചെറ്റത്തരത്തിന് അപേക്ഷിക്കുകയാണ്. അവർക്ക് നിയമത്തിന്റെ അങ്ങേ അറ്റം കൊടുക്കാവുന്ന ശിക്ഷ എന്തോ പറ്റുമെങ്കിൽ ഇപ്പൊ ഞാനും പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ള പോലെ എറിഞ്ഞു കൊല്ലണം, എറിഞ്ഞു കൊല്ലണം. ഒറ്റയ്ക്ക് തൂക്കി കൊന്നാലൊന്നും അതൊരിക്കലും അതൊക്കെ അവർക്ക് ഏറ്റവും ചെറിയ ശിക്ഷ ആയിട്ട് കാണാൻ കഴിയുള്ളൂ. അങ്ങനെയൊന്നല്ല കൊടുക്കേണ്ടത്. അവരതിന്റെ വേദന, ആ കുട്ടി സഹിച്ച വേദനയുടെ 10 ഇരട്ടിയെങ്കിലും അവർ അനുഭവിച്ചു തീരണം. അവർ ആ ഓരോ നിമിഷം ആ കുഞ്ഞിൽ ആനന്ദിച്ചിട്ടുള്ള ഓരോ ടൈമും ആ കുഞ്ഞു കിടന്ന് പെടഞ്ഞിരുന്ന ഓരോ സമയവും അവന് ഓർത്തിരിക്കണം. അതാണ് ഇതിന് വേണ്ടത്. ഇതിനാരൊക്കെ പലരും ഇത് കണ്ടിട്ട് ഞാൻ ഈ ന്യൂസ് കാണുമ്പോഴേ ഇത് കാണുമ്പോൾ നമ്മൾ കാണാൻ കഴിയാത്ത കാരണം മാറ്റി മാറ്റി പോകും. പക്ഷെ പിന്നീട് കാണുമ്പോൾ അറിയാണ്ട് പൊട്ടിത്തെറിച്ച് പോവുക. കാരണം നമ്മളൊക്കെ ഒരു ഉമ്മയാണ്, 2 കുട്ടികളുടെ ഉമ്മയാണ്. ഞമ്മക്കും പേടിയാണ്. സ്കൂളിൽ വിടാൻ പേടി, ചില അധ്യാപകന്മാർ പേടി. വീട്ടിൽ വെച്ചാൽ ഇതേപോലത്തെ അവസ്ഥ ഉണ്ടാവും പറയാൻ കഴിയൂല. കാരണം ഇപ്പോ ആരെ വിശ്വസിക്കുക? സ്വന്തം അച്ഛനെ വിശ്വസിക്കാൻ കഴിയോ? സ്വന്തം അമ്മയെ വിശ്വസിക്കാൻ കഴിയോ? ആരും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എവിടെ കൊടുക്കും കുഞ്ഞുങ്ങളെ? നമ്മള് ഒക്കത്തെടുത്ത് കൊണ്ടു നടക്കേ, ജോലിക്ക് പോകുമ്പോ കൊണ്ടു നടക്കേ. ഇതൊക്കെ എന്താന്ന് വെച്ചാല് ആരെ കൊന്നാലും എന്ത് ചെയ്താലും അവർക്ക് ഇറങ്ങിപ്പോരാ, അവിടെ സുഖസുന്ദരമായിട്ട് ജീവിക്കുക. ഇതൊക്കെ മനുഷ്യന്മാർ മറന്നു പോകും. പിന്നീട് നമുക്ക് ജീവിക്കാന്നുള്ള ആ ഒരു കോൺഫിഡന്റ് ആണ്. ആ ഒരു കോൺഫിഡന്റിലാണ് ഇവർ ചെയ്ത് കൂട്ടുന്നത് മുഴുവനും. ഇപ്പൊ പല കോമഡികൾ ഇറങ്ങുന്നുണ്ട്. എടാ, നാട്ടിൽ പണിയില്ലെങ്കിൽ ആരെങ്കിലും കൊന്ന് കേറിപ്പോര്, ഇവിടെ ഇപ്പൊ വേതനം കൂട്ടിയിട്ടുണ്ട്, ഇവിടെ ബിരിയാണി ഉണ്ട്, അതുണ്ട്. ഇതൊക്കെ ഒരു മോട്ടിവേഷനാ. എന്തായാലും ആ കുട്ടിക്ക് അങ്ങേയറ്റം നീതി കിട്ടണമെന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ആ പിശാചിനെ വലിച്ചു കീറണം ആ ദിവസം കാത്തിരിക്കുകയാണ്.